ഹലോ ഗൈസ് ഞാൻ പിന്നെ വന്നിട്ടാ. ഞാൻ കുറച്ച് അധികം നാൾക്ക് ശേഷമാണ് ലോങ് വീഡിയോ ഇടുന്നത്. ഇപ്പോൾ ലോങ് വീഡിയോ ഇടാൻ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ 500 സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞ ദിവസം. അപ്പോൾ ഞാനൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, എല്ലാവരോടും താങ്ക് യു പറഞ്ഞു. പക്ഷേ എനിക്ക് തോന്നി അതുമാത്രം പോരാ, അപ്പോൾ എല്ലാത്തൊരു ലോങ് വീഡിയോ കൂടി ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ യൂട്യൂബിനെ കുറിച്ച് പറയാം. ഞാൻ എങ്ങനെ ഇവിടെ വരെ എത്തിയിട്ട് ചിലരെങ്കിലും വിചാരിക്കും 500 സബ്സ്ക്രൈബേഴ്സ് ആയതുകൊണ്ട് ഇത്ര പറയണം, 500 സബ്സ്ക്രൈബേഴ്സ് ഇത്ര വലിയ കാര്യമാണ്. പക്ഷേ എന്നെ സംബന്ധിച്ച് 500 സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുമ്പോൾ ഇച്ചിരി വലിയ കാര്യമാണ്. കാരണം 500 പോയിട്ട് 5 പേര് പോലും ഉണ്ടാവും ഞാൻ വിചാരിച്ചില്ല. സീരിയസ്ലി ഞാനത് പ്രതീക്ഷിച്ചൊരു കാര്യമല്ല. ഞാനൊന്നും അങ്ങനെ ഒരു എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരാളല്ല, ഒന്നിനും വലിയ ഹോപ്പൊന്നും വെക്കണ ഒരാളല്ല ഞാൻ, സത്യം പറഞ്ഞ. പിന്നെ മാത്രമല്ല, നമുക്ക് ഒരാളെ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ അവരുടെ കോണ്ടൻറ്റ്സ് നമുക്ക് ഇഷ്ടപ്പെടണം, നമുക്ക് വീണ്ടും വീണ്ടും കാണാം, അല്ലെങ്കിൽ നമുക്ക് ഉപകാരം ഉണ്ടെന്നൊക്കെ തോന്നണം. അങ്ങനെ ഉപകാരമുള്ള ഒരു സാധനം ഞാൻ നിലവിൽ ചെയ്തിട്ടില്ല എന്ന് എനിക്ക് നല്ലോണം അറിയാം. ചെയ്യണമെന്ന് പ്ലാനുണ്ട്, സത്യം പറയാൻ. എനിക്ക് ഇങ്ങനെ അഭിനയിക്കാനൊക്കെ ഇഷ്ടമായിട്ടാണ്. പക്ഷേ അഭിനയം എന്ന് പറയുമ്പോഴേക്കും ഞാനും എൻ്റെ റൂമും ഇവിടുത്തെ ക്യാമറയും, അതല്ലാതെ ഒരാളെനിക്ക് ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്താണെന്നറിയില്ല, ഭയങ്കര നാണം പേടിയൊക്കെ ഉള്ള ഒരാളാണ് ഞാൻ. പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, എനിക്ക് ഭയങ്കര സോഷ്യൽ ആൻസൈറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളാണ്. അതിൽ നിന്നൊക്കെ എനിക്ക് കുറച്ച് മാറ്റം വന്നിട്ടുണ്ട്. അതൊക്കെ ഈ യൂട്യൂബിൻ്റെ ഭാഗമായിട്ട് ഞാൻ പറയാട്ടോ. എത്രയാ ഒരു 2017-18 സമയത്താണ് ഞാൻ ആദ്യമായിട്ട് ഈ യൂട്യൂബിൽ വെറുതെ ഒരു DP പിന്നൊരു കവർ ഫോട്ടോയാണ് തന്നെ യൂട്യൂബിൽ എന്താ പറയുന്നത് എനിക്കറിയില്ല. ഓക്കെ, അതൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് അന്ന് ഞാൻ എൻ്റെ വീട്ടിലൊരു പൂച്ചയുണ്ട്, ഒരു നാടൻ പൂച്ച, ബില്ലി എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അതിൻ്റെ അന്ന് നമുക്ക് ഷോർട്സ് ഒന്നും അറിയില്ല. അപ്പോൾ അതിൻ്റെ 2-3 വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ലോങ് വീഡിയോ അല്ല, ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നമ്മളിങ്ങനെ ചാനലിൽ എന്താണ് ഷെയർ ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യില്ലല്ലോ. അത് ഇപ്പോൾ 10 പേര് കണ്ടാന്ന് പോലും നമ്മൾ നോക്കില്ല. അന്നൊരു വാഴയ്ക്ക് എനിക്കറിയില്ലായിരുന്നു, അന്ന് മാത്രമല്ല ഇന്നും വലിയ കാര്യമായിട്ട് അറിയില്ല. അപ്പോൾ അങ്ങനെ ഇട്ടൊക്കെ കഴിഞ്ഞിട്ട് അതങ്ങനെ വിട്ടു. അത് കഴിഞ്ഞ് ഒരു പോയിന്റ് പെട്ടെന്ന് അതാവും ഇപ്പോൾ ഒരു 9 മാസത്തിന് ഒരു 10 മാസത്തിലായി കാണും. ഞാൻ വേഗം വിചാരിച്ചു ഓക്കെ യൂട്യൂബിൽ എന്തെങ്കിലും ചെയ്യാം. അങ്ങനെ ഒരു പന്ന വീഡിയോ, നിങ്ങൾക്ക് ഇപ്പോൾ എൻ്റെ ലോങ് വീഡിയോ എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റിയൊരു പന്ന വീഡിയോ. അത് അപ്പോഴും അല്ല ഇപ്പോഴും അതേട്ടാ. ഞാൻ അത്ര നന്നായിട്ടുണ്ട്, മെച്ചപ്പെട്ടിട്ടുണ്ട്, നല്ല നല്ല കോണ്ടന്റ് ഇടാൻ തുടങ്ങിയിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അത് സത്യമുള്ളൊരു കാര്യമാണ്. അപ്പം അങ്ങനെ ഞാൻ ഇട്ടു. അതാ വന്ന അതേ സ്പീഡിൽ, അല്ലെങ്കിൽ ആ വന്നതിനേലും സ്പീഡിൽ ഞാൻ അതേപോലെ തന്നെ തിരിച്ചു പോയി. പിന്നെ ഒരു 6 മാസത്തെ ഗ്യാപ്പ് ഇട്ടതിന് ശേഷം പിന്നെ ഒരു തൊര വന്നില്ല, ഇനി പിന്നോട്ടില്ല, ഇനി ഇങ്ങനെ ഇടാമെന്ന് വിചാരിച്ചിട്ട് ഷാറ ഷോർട്സ് അത് ഒരു ദിവസം 3 ഷോർട്സ് എങ്കിലും ഞാൻ ഇടാൻ തുടങ്ങിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ പോയി ഇവിടെ പോയി അത് തിന്ന് ഇതൊക്കെ തന്നെ. അതൊക്കെ കഴിഞ്ഞ് ഞാൻ വെച്ച് ഇതൊക്കെ ആൾക്കാർ കണ്ടിട്ട് എന്താ ഉപകാരം. പിന്നെ ആളുകൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന 2-3 കോണ്ടൻസ് ഒക്കെ ഇട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ചെറുതായിട്ട് ക്ലിക്കായി. ഇപ്പോൾ കഴിഞ്ഞ ദിവസം 1.5 ലക്ഷത്തിൻ്റെ മുകളിൽ വ്യൂസ് കയറി. ഞാൻ ഞെട്ടിപ്പോയി സീരിയസ്ലി. പിന്നെ വേറൊരു ഷോർട്സ് വന്നിട്ട് ഒരുപാട് കമൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ എല്ലാത്തിനും ഓരോരുത്തർക്കും ഞാൻ റിപ്ലൈ കൊടുത്തു. അപ്പോൾ എനിക്ക് കൂടുതൽ ഇതൊക്കെയാണ് നമുക്കൊരു മോട്ടിവേഷൻ, മുന്നോട്ട് പോകാൻ, ഇനിയും ചെയ്യാൻ. ഇത് പോരാ, ഇതല്ലാതെ ആളുകൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ എനിക്ക് തന്നെ ചെയ്യണമെന്നുണ്ട്. എൻ്റേതായ ഡയലോഗിൽ അങ്ങനെ ചെയ്യണമെന്നുണ്ട്. ഞാൻ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു 500 സബ്സ്ക്രൈബേഴ്സ് ആയാലും ഇപ്പോൾ ഒരു 1000 ആയാൽ പോലും എനിക്ക് അത്രയും അങ്ങനെ ഉള്ളിൽ നിന്ന് സന്തോഷിക്കാൻ പറ്റില്ല. പെട്ടെന്ന് പോയിട്ട് പറയാനും ആരുമില്ല, സീരിയസ്ലി ഇല്ല. നമുക്ക് ഈ ChatGPT ഒക്കെ തന്നെയുള്ള കൂട്ടായിട്ട്. ബിക്കോസ് നമ്മുടെ വീട്ടിലൊരു വലിയൊരു പ്രശ്നമല്ല, ഒരു നഷ്ടം. ഒരു 2026 ഞാൻ തുടങ്ങിയത് ഒരു മരണം കണ്ടുകൊണ്ടാണ് നമ്മുടെ വീട്ടിൽ തന്നെ. അപ്പം അതിനൊരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് എനിക്കങ്ങനെ എന്താ പറയുക, വീഡിയോസ് ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഷോർട്സൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലായി. ഇൻസ്റ്റാഗ്രാമിൽ അർച്ചീവിലും അല്ലെങ്കിൽ റീൽസൊക്കെ ആയിട്ട് ഇട്ടിരുന്ന സാധനങ്ങൾ നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടാണ് ഇപ്പോൾ പോസ്റ്റ് ആയിക്കൊണ്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ നമുക്കിപ്പോൾ പുറത്ത് പോകാനോ വീഡിയോ എടുക്കാനൊക്കെ ഒരു സാഹചര്യം ഇല്ല. അതിന് പറ്റിയൊരിതല്ല. നമ്മളിങ്ങനെ എല്ലാവരും ഇപ്പോൾ കൂടുതൽ റിലേറ്റീവ്സ് വീട്ടിലുണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ അവരോടൊക്കെ സംസാരിച്ചിരിക്കുന്നത് നമ്മൾ ഓക്കെയാണ്. അതല്ലാതെ ഒറ്റയ്ക്ക് മാറിയിരിക്കാനും അത്രയും സന്തോഷം കാണിക്കാനും പറ്റിയൊരവസ്ഥ അല്ല നമുക്ക്. മനസ്സിലാവുണ്ടാവുമെന്ന് വിചാരിക്കണം. അപ്പം അങ്ങനെ പിന്നെ ഞാൻ ചെയ്തൊരു കാര്യം, എനിക്ക് സബ്സ്ക്രൈബേഴ്സ് ഓരോരുത്തർ കൂടുന്ന സമയത്ത് ഞാൻ കരയുമായിരുന്നു. സീരിയസ്ലി ഞാൻ കരയുമായിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അതുപോലെ തന്നെ ഓരോരുത്തർ പോകുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചിട്ടുണ്ട്. ആദ്യമൊക്കെ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്യാൻ ഭയങ്കര മടിയാണ്. ഞാൻ ഒറ്റ പ്രാവശ്യമാണ് ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത്. അതല്ലാതെ എനിക്ക് ഭയങ്കര മടിയുള്ള ഒരാളാണ്. കാരണം നല്ല ഇതൊന്നും ഇല്ലല്ലോ, നല്ല ഭംഗിയുള്ള ഒരു വീഡിയോ ഇല്ലല്ലോ എന്നൊക്കെ ഞാനിങ്ങനെ വിചാരിക്കും. പിന്നെ ഞാൻ വിചാരിച്ചു ഞാൻ സംസാരിക്കണം, എൻ്റെ വേ ഓഫ് ടോക്കിങ് അല്ലെങ്കിൽ എന്നെ ഇങ്ങനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ മതി എന്നുള്ളൊരു ഇത് വന്നു. ഇപ്പോൾ ലൈവായാൽ പോലും ഞാൻ ലൈവ് കുറച്ച് ചെയ്തിട്ടുണ്ട്. ലൈവായാൽ പോലും ഞാൻ എപ്പോൾ ലൈവ് ഇട്ടാലും സ്ഥിരം തന്നെ ആൾക്കാർ, അല്ലെങ്കിൽ ലൈവ് മാത്രമല്ലാതെ എൻ്റെ ഷോർട്സൊക്കെ കാണാനും ലൈക്ക് ചെയ്യാനും അങ്ങനെ കുറച്ച് ജെന്യൂൻ ആയിട്ടുള്ള റിയൽ ആയിട്ടുള്ള ആൾക്കാർ എനിക്ക് കിട്ടിയിട്ടുണ്ട്.
അതേ സമയത്ത് നെഗറ്റീവ് ആൾക്കാരുണ്ടാവുമല്ലോ ലൈവിൽ. ഒരു പെൺകുട്ടി ലൈവ് ചെയ്തിട്ടുണ്ടെങ്കിൽ മോശം പറയുകയാണെങ്കിൽ ചാറ്റ് പറഞ്ഞ പോലെ ചിലരെ അതൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഫേസ് ചെയ്തപ്പോഴാണ് കുറച്ച് ധൈര്യമൊക്കെ വരാൻ തുടങ്ങിയത്. ഒരാളോട് സംസാരിക്കാനായിട്ട്, ഒരാളെ കംപ്ലീറ്റ് ആയിട്ട് ഇഗ്നോർ ചെയ്യാൻ, അല്ലെങ്കിൽ അത്രയും നമ്മൾ ഹേർട്ടോടെ ഒരു കാര്യം വന്നിട്ടുണ്ടെങ്കിൽ റിയാക്ട് ചെയ്യാനൊക്കെ എനിക്ക് പഠിക്കാൻ പറ്റി. അങ്ങനെ പിന്നെന്താ പറയുക, എനിക്ക് ഭയങ്കര നിങ്ങൾ ഓരോരുത്തരോട് നന്ദി പറയണം. കാരണം സബ്സ്ക്രൈബ് ചെയ്തതിന്, വീഡിയോ കാണുന്നതിന്, കൊമൻസ് ഇടണതിന്, ലൈക്ക് ചെയ്തതിന്, എല്ലാത്തിനും ഷെയർ ചെയ്യണതിന്, എല്ലാത്തിനും ഓരോരുത്തരോട് നന്ദി. ഇപ്പോൾ മുന്നേ വർക്ക് ചെയ്ത കമ്പനിയിൽ അവർ യൂട്യൂബിൽ കണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ എനിക്കൊരു സന്തോഷം. കാര്യം ശരിയാണ്, ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ വലിയ വ്യൂസ് ഒന്നും ഇല്ലെങ്കിൽ പോലും ചിലരെങ്കിലും നമ്മൾ അറിയുന്ന ആൾക്കാർ കണ്ടായിരുന്നു കേട്ടോ എന്ന് പറയുമ്പോൾ ഒരു സന്തോഷം. അങ്ങനെ അപ്പോൾ അത്ര ഉള്ളപ്പോൾ ഞാൻ പോണേന്. നമുക്ക് ഇനിയും കാണാം നല്ല നല്ല വീഡിയോസ് എന്തായാലും ഞാൻ ഇടും. ലോങ് വീഡിയോ ഞാൻ എൻ്റെ പ്രൊഫൈലിൽ കൊടുത്തേക്കണം പോലെ കൊട തന്നെയാണ് മെയിൻ. ഇവിടെ ബ്ലാബ്ലാതായിരിക്കും. അല്ലാതെ ഷോർട്ട് വീഡിയോ നല്ലത് ഞാൻ ഒരുപാട് ഇടും, ഇത് ഉറപ്പാണ്. കൂടുതലും കുറച്ച് കപ്പിൾ ചലഞ്ചസ് അല്ലെങ്കിൽ ഗെയിംസ്, പിന്നെ റിലേറ്റബിൾ കോണ്ടൻസ്, പിന്നെ എവിടെയെങ്കിലുമൊക്കെ പുറത്ത് പോകണത് അങ്ങനെയൊക്കെ ഇടാമെന്നാണ് വിചാരിക്കണം. ഒരുപാട് ഈ ഒരു 6 months ഗ്യാപ്പ് എടുത്തില്ല. ആ ഒരു സമയത്ത് തന്നെ നമ്മളിപ്പോൾ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോയിട്ടൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അന്ന് എടുത്താൽ മതിയായിരുന്നു. പക്ഷെ അന്ന് നമുക്ക് ഇങ്ങനത്തെ ചിന്തയൊന്നും ഉണ്ടായില്ല. അപ്പം അങ്ങനെ ഇനി അങ്ങോട്ട് നല്ല നല്ല വീഡിയോസ് ഉണ്ടാവും. സപ്പോർട്ട് വേണം, സ്നേഹം വേണം, എപ്പോഴും കൂടെ വേണം. എല്ലാവരോടും സ്നേഹം, ഓരോരുത്തർക്കും. ഇപ്പോൾ 500 600 സംതിങ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അതിൽ ഓരോരുത്തരോടും ഞാൻ നന്ദി പറയാം. അപ്പോൾ പോവാട്ടോ, ബൈ.